ഇറാൻ US സമാധാന ചർച്ചകൾ തകർച്ചയിലേക്കോ? അമേരിക്കയ്ക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത്. ഇനി ക്ഷമിക്കില്ല, നാവിക ഉപരോധവും യുദ്ധം തന്നെയാണ്. ഞങ്ങൾക്ക് കടുത്ത തീരുമാനമെടുക്കാനായി തന്നെയുള്ള ഒരു അവസരം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് അന്ത്യശാസനം നൽകിക്കൊണ്ടാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാന്റെ ക്ഷമ ലോകം ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇനി ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് തുറന്നടിച്ചുകൊണ്ടാണ് അമേരിക്കയ്ക്കെതിരെ ഇറാൻ പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നത്. നാവിക ഉപരോധം യുദ്ധം മൂലമാണ് എന്നും ഇത് തുടർന്നാൽ കടുത്ത ഒരു തീരുമാനം എടുക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ അമേരിക്ക ദയനീയമായി തന്നെ പരാജയപ്പെട്ടുവെന്ന വിമർശനവുമായി തന്നെ ഇറാന്റെ പരമോന്നത നേതൃനിരയും രംഗത്ത് വന്നു. മിസൈൽ ആണവശേഷിയിൽ ഒരിക്കലും വഴങ്ങില്ല എന്ന് മുജ്തബ ഖൊമേനി ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹോർമുസ് മേഖലയിൽ ഇറാൻ ഏർപ്പെടുത്തിയ പുതിയ നയതന്ത്ര സംവിധാനം ഭാവിയിൽ ഒരു പ്രദേശത്തിന് ഗുണകരമാകുമെന്നും അമേരിക്കയ്ക്ക് ഇനി അവിടെ ഒരു സ്ഥാനം ഉണ്ടാകില്ല എന്നതാണ് ഇറാന്റെ നിലപാടായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്ക ദയനീയമായി തന്നെ പരാജയപ്പെട്ടതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നൽകിയിരിക്കുന്നത്. അതായത് ഇറാന്റെ പരമോന്നത നേതാവിന്റെ പുതിയ സന്ദേശം ഇതിനോടായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഹോർമുസിലും പേർഷ്യൻ ഗൾഫിലും ഇറാൻ പുതിയ അധ്യായം തുറക്കുന്നുവെന്നും മുജ്തബ ഖൊമേനി ഇവിടെ അവകാശപ്പെടുകയും ചെയ്തു. മേഖലയിൽ അമേരിക്കൻ സാമ്രാജ്യത്വം ദയനീയമായി തന്നെ പരാജയപ്പെട്ടുവെന്നും അമേരിക്കയുടെ ചൂഷണം സമ്പൂർണ്ണമായി തന്നെ അവസാനിപ്പിക്കുമെന്നും മുജ്തബ ഖൊമേനി പുതിയ സന്ദേശത്തിലൂടെ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഹോർമുസ് നിയന്ത്രിക്കാൻ പുതിയ സംവിധാനം ഇവിടെ സ്ഥിരമാക്കുന്നതിന് ഇറാന്റെ പരമോന്നത നേതാവ് വലിയൊരു സന്ദേശം നൽകിയിരിക്കുകയാണ്. അമേരിക്കൻ സാന്നിധ്യമാണ് മേഖലയിൽ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമെന്നും ഇവിടെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുകയാണ്. ആയതിനാൽ തന്നെ രാജ്യമായി തന്നെ ചേർന്ന് പോകേണ്ടവരാണ് ഇറാൻ ജനത. എന്നാൽ അമേരിക്കയുടെ സാന്നിധ്യം എന്നും തന്നെ പ്രദേശത്തെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാണ്. അമേരിക്കയുടെ സ്ഥാനം പശ്ചിമേഷ്യൻ മേഖലയിലല്ല, മറിച്ച് കടലിന്റെ അടിത്തട്ടിലായിരിക്കുമെന്നത് അത് തെളിയിക്കുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ഈ സന്ദേശത്തിലൂടെ ഘടിപ്പിച്ച് പറയുന്നതായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല അയൽ രാജ്യങ്ങളുമായി തന്നെ ചേർന്ന് പോകുമെന്നും പുതിയ സംവിധാനം വഴി മേഖലയിൽ സമാധാനവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. മേഖലയിൽ ഒന്നിച്ചു പോകുമെന്ന് ഹോർമുസ്, ഒമാൻ കടൽ, ഗൾഫ് അയൽ രാജ്യങ്ങളോട് ഇറാൻ പരമോന്നത നേതാവ് വിവരിക്കുന്നതായി തന്നെ സൂചിപ്പിക്കുന്നു. സമാധാന ശ്രമങ്ങൾ സ്തംഭിച്ചു നിൽക്കവേ തന്നെ ലോകം കാത്തുനിന്ന ഇറാന്റെ പരമോന്നത നേതാവിന്റെ നിലപാട് വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങാത്തതാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. സമാധാന ചർച്ചകളിൽ ഇറാന്റെ ഉപാധികൾ തള്ളിയതോടുകൂടി തന്നെ പരമോന്നത നേതാവിന്റെ നിലപാട് ഇവിടെ വലിയ രീതിയിൽ കാത്തിരിക്കുകയായിരുന്നു ലോകം. ഇതോടുകൂടി തന്നെ സമാധാനത്തിന് അല്ലെങ്കിൽ സമാധാന നീക്കത്തിന് എങ്ങോട്ടെന്നില്ലാത്ത ആശങ്കയേറിയ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പ്രശ്നത്തിലെ നയതന്ത്ര നീക്കങ്ങൾ ഏറെക്കുറെ തന്നെ സ്തംഭിച്ചു നിൽക്കുന്നതിനിടയിലാണ് ഇറാന് മേൽ തുടർന്നും ആക്രമണം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് പുടിൻ ഇവിടെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതായത് ഈ ഒരു യുദ്ധത്തിൽ റഷ്യയും പങ്കുചേരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ചർച്ചയിലെ സ്തംഭന ആ ഒരു വാക്കാവട്ടെ അത് വലിയ സമ്മർദ്ദം കൂട്ടാൻ വീണ്ടും കനത്ത ആക്രമണം അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആസൂത്രണം ചെയ്തതായും ചില അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.